ഹേമ വീട്ടിലെത്തുമ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടും സിദ്ധുവിന്റെ മുറിയിലുണ്ട്. അവർ നേരെ മുറിയിലെത്തി. ഭദ്രമോൾ ബെഡിൽ കിടന്ന് നല്ല ഉറക്കമാണ്. കുഞ്ഞോളെ എടുത്തും കൊണ്ട് സിദ്ധു മുറിയിൽ നടക്കുന്നുണ്ട്. മക്കള് വല്ലതും കഴിച്ചു സിദ്ധു? ഹേമയുടെ സ്വരം കേട്ട് സിദ്ധു തിരിഞ്ഞു നോക്കി. അവർക്കതിന് ഇന്നത് വേണമെന്ന വാശിയൊന്നും ഇല്ല ചേച്ചി. നകുലേട്ടൻ കൊണ്ടുവന്ന പുട്ടും പഴം പുഴുങ്ങിയതോ കഴിച്ച് ഭദ്രമോള് നല്ല ഉറക്കാം. കുഞ്ഞോൾക്ക് പഴം മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ നകുലേട്ടൻ കുറച്ച് പാല് കാച്ചി തന്നു, അതും കുടിച്ചു. ദേ ഉറങ്ങിന്ന് തോന്നുന്നു. ഉറങ്ങി, കിടത്തിക്കോ. സിദ്ധു കുഞ്ഞോളെ മെല്ലെ ഭദ്രയുടെ അടുത്ത് കിടത്തി. ഗൗരിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഹേമച്ചി? പാവം, നല്ല വേദനയുണ്ട്. 8 സ്റ്റിച്ചല്ലേ. കൂടെ ആരാ? അവളുടെ അമ്മ വന്നിട്ടുണ്ട്. ഇഷ്ടായിട്ടൊന്നും ഇല്ലെങ്കിലും വേറെ നിവർത്തിയില്ലല്ലോ. കുഞ്ഞോളെ നകുലേട്ടന്റെ കയ്യിൽ കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പാല് കുടിക്കുന്ന കുട്ടിയല്ലേ. സംസാരിക്കുന്നതിനിടയിൽ സിദ്ധുവിന്റെ മൊബൈൽ ശബ്ദിച്ചു. അവൻ ഫോണിലേക്ക് തിരിഞ്ഞതും ഹേമ അകത്തേക്ക് നടന്നു. ആ പറയ് ശ്യാം, എന്തായി? മൊഴിയെടുത്തോ? അവൾ ഇതുവരെ അനുഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു. അതുമാത്രമല്ല, മഹേഷിന്റെ പിന്നിൽ വലിയൊരു മയക്കുമരുന്ന് മാഫിയുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടക്കുന്നത്. അതുകൂടാതെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് പറ്റിച്ച് ഹോട്ടൽ മുറികളിൽ എത്തിക്കുകയും വമ്പന്മാർക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിവ് കിട്ടി. ആരെങ്കിലും കംപ്ലൈന്റുമായി വന്നോ? ഒരച്ഛനും മോളും അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ വീഡിയോ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണത്രേ. മരണമല്ലാതെ മുന്നിൽ മറ്റു മാർഗമില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് മഹേഷിന്റെ അറസ്റ്റ് ചെയ്തത് അറിയുന്നത്. അവർ രണ്ടുപേരും CIA വീട്ടിൽ ചെന്ന് രഹസ്യമായി കാണുകയായിരുന്നു. അപ്പോ ഇനി അവൻ പുറത്തിറങ്ങാൻ പാടില്ല അല്ലേ ശ്യാം? എന്ന് പറയാൻ ഒക്കില്ല. അവന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളാ. മുകളിൽ നിന്നും നല്ല സമ്മർദ്ദമുണ്ട്. എങ്കിൽ അവൻ ഇറങ്ങട്ടെ, എന്നിട്ടാകാം ബാക്കി. ഗൗരിക്ക് നിന്നെ മനസ്സിലായോ? അവൾ നിന്നെ ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ലടാ, എനിക്ക് അറിയില്ലെന്നും പറഞ്ഞു. നിന്നെ കാണുമ്പോൾ അവളെ കുറിച്ചൊന്നും പറയരുതെന്ന് പറഞ്ഞു. അവൾ സുഖമായി ജീവിക്കുകയാണെന്ന് നീ കരുതിക്കോട്ടെ എന്ന്. എങ്കിൽ ശരി, പിന്നെ വിളിക്കാം. ഓക്കേടാ, എന്തുണ്ടെങ്കിലും അറിയിക്കണം. ഓക്കെ. മൊബൈൽ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ട് സിദ്ധു മക്കൾക്കരികിലേക്ക് നടന്നു. കുഞ്ഞോൾ ഉണർന്നപ്പോൾ ഭദ്രമോളെ ഹേമയെ ഏൽപ്പിച്ച് ഉച്ചത്തേക്കുള്ള ഭക്ഷണവുമായി കുഞ്ഞോളെയും കൊണ്ട് സിദ്ധുവും നകുലനും ബൈക്കിൽ ഹോസ്പിറ്റലിൽ പോയി. നകുലിന്റെ കയ്യിൽ കുഞ്ഞോളെയും ഭക്ഷണവും കൊടുത്തയച്ചിട്ട് സിദ്ധു പുറത്തു നിന്നു. കുറച്ചു കഴിഞ്ഞ് നകുലൻ തിരിച്ചു വന്നതും അവർ വീട്ടിലേക്ക് തിരിച്ചു. രാത്രിയിൽ ഭക്ഷണവുമായി ഹേമയാണ് ചെന്നത്. ചേച്ചി വരുമ്പോൾ മോളെ കൊണ്ടുവരായിരുന്നു. ഹേമ തനിച്ചു വന്നത് കണ്ട് ഗൗരി പറഞ്ഞു. പിന്നെ നീ ഇവിടെ സുഖവാസത്തിന് വന്നിരിക്കുകയല്ലേ മക്കളെയും കൂട്ടി? അതല്ല ചേച്ചി, അവിടെ പലരും ഉള്ളതല്ലേ. ഇന്നത്തെ കാലല്ലേ, പേടിച്ചിട്ടാ. നീ പേടിക്കുകയൊന്നും വേണ്ട. ഭദ്രമോള് അവിടെ ഹാപ്പിയാ. അന്ന് രാത്രി അവിടെ നിന്ന് പിറ്റേ ദിവസം കാലത്താണ് ഹേമ വീട്ടിലേക്ക് പോകുന്നത്. പോരുമ്പോൾ ഒരു കാര്യം ഹേമ മനസ്സിലാക്കിയിരുന്നു. അമ്മയും മകളും തമ്മിൽ ആദ്യത്തെ അകലം ഇപ്പോൾ ഇല്ലെന്ന്. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഗൗരിയുടെ കയ്യിലെ മുറിവ് ഉണങ്ങി തുടങ്ങി. ഇപ്പോൾ ഹേമ പകൽ വന്നു പോകും എന്നല്ലാതെ രാത്രിയിൽ നിൽക്കാറില്ല. ഇടയ്ക്ക് ഹേമയുടെ കൂടെ ഭദ്രമോളും ഉണ്ടാവും. വന്നാൽ തിരിച്ചു പോകുന്നത് വരെയും അവർക്ക് പറയാൻ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അങ്കിൾ മസാലദോശ വാങ്ങി തന്നു, അങ്കിൾ കടല വാങ്ങി തന്നു, കൊണ്ടുപോയി കടൽ കാണാൻ കൊണ്ടുപോയി, അങ്കിൾ പാർക്കിൽ കൊണ്ടുപോയി, അങ്കിൾ ഉടുപ്പ് വാങ്ങി തന്നു, അങ്കിൾ കഥ പറഞ്ഞു തന്നു, അങ്കിൾ ചോറ് വാരി തന്നു, അങ്കിൾ എൻ്റെ ഒപ്പം കളിക്കും, എനിക്ക് ഉമ്മ തരും, അങ്കിൾ എന്നെ കെട്ടിപ്പിടിച്ച് പാട്ടുപാടി ഉറക്കും, നല്ല അങ്കിളാ. അതൊക്കെ കേൾക്കുമ്പോഴേ ഗൗരിക്ക് ആദി കയറും. ഇന്നത്തെ കാലമാണ്, ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അവൾ തനിയെ പറയും. ആരാ ചേച്ചി അയാള്? എന്തിനാ അയാളുടെ കൂടെ മോളെ പറഞ്ഞയക്കുന്നേ? പേടിയാ ചേച്ചി, പെൺകുട്ടിയല്ലേ. TV തുറന്നാൽ ഇതൊക്കെയല്ലേ കേൾക്കുന്നത്. ഭയത്തോടെയുള്ള ഗൗരിയുടെ പറച്ചിൽ കേട്ട് ഹേമ ഒന്ന് ചിരിച്ചു. നിനക്ക് ഈ ലോകത്ത് ഏറ്റവും വിശ്വാസവും സ്നേഹമുള്ള കരങ്ങളിലാണ് നിന്റെ മോൾ. ഇങ്ങനെ പറയാൻ നാവിൻ തുമ്പ് വരെ എത്തിയെങ്കിലും പറഞ്ഞത് മറ്റൊന്നാണ്. അതോർത്ത് നീ വിഷമിക്കേണ്ട, അവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. ഇന്ന് ചേച്ചി ഭദ്രമോളെ കൊണ്ട് പോകേണ്ട, ഇവിടെ നിന്നോട്ടെ. ഹേമ അതിനെ എതിർത്തില്ലെങ്കിലും ഭദ്രമോൾ സമ്മതിച്ചില്ല. വാശി പിടിച്ച് അവൾ ഹേമയുടെ കൂടെ പോവുക തന്നെ ചെയ്തു. ഗൗരിക്ക് അത് നല്ല വേദനയായി തന്നെ. വിട്ടുനിൽക്കാൻ കുഞ്ഞാ, എന്തു പറ്റി അവൾക്ക്? ആരായിരിക്കും അവൾ പറയുന്ന അങ്കിൾ? അയാളാണോ അന്ന് മഹിയേട്ടനെ അടിച്ചത്? അയാൾ എന്തിനാ ഞങ്ങൾക്കിടയിൽ കയറി വന്നത്? അതുകൊണ്ടല്ലേ കാര്യങ്ങൾ ഇത്രയും രൂക്ഷമായതും? അയാൾ തന്നെയാണ് മോൾ പറയുന്ന അങ്കിളെങ്കിൽ അയാൾക്ക് എന്തോ ലക്ഷ്യമുണ്ട്. എന്തായിരിക്കും അത്? ഗൗരിയുടെ നെഞ്ചിൽ കനലെരിയാൻ തുടങ്ങി. ദിവസങ്ങൾ പിന്നെയും
കഴിഞ്ഞുപോയി. ഗൗരിയുടെ കയ്യിൽ മുറവിളി. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞ് അന്നാണ് ആ വാർത്ത പുറത്തു വരുന്നത്. മഹിക്ക് ജാമ്യം കിട്ടി. രാവിലെ ഏമ വന്നപ്പോഴാണ് ഗൗരിയും അമ്മയും മഹി പുറത്തിറങ്ങിയ വിവരം അറിയുന്നത്. ഗൗരിയിൽ ഒരു വിറയൽ ഉണ്ടായി. എനിക്ക് നല്ല പേടിയുണ്ട് ഏമച്ചി, ഇങ്ങോട്ടെങ്ങാൻ വരുമോ? അവളുടെ ഉള്ളിലെ പേടി മുഴുവൻ വാക്കുകൾ സ്പഷ്ടമായിരുന്നു. പേടിക്കാതെ ഞങ്ങളൊക്കെയല്ലേ കൂടെ. നീ ഇനി നന്ദിനി ചേച്ചിയുടെ കൂടെ വീട്ടിലേക്ക് പോകുമല്ലേ? ഗൗരി നന്ദിനിയെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ഏമ അവൾക്കരികിൽ ഇരുന്നു. ഒക്കെ വിട്ടുകളമോളെ, നിനക്ക് നല്ലത് വരണേ അമ്മയുടെ മനസ്സിലുണ്ടാവും. നീയും വളർത്തുന്നില്ലേ രണ്ടെണ്ണത്തിനെ? അവർക്ക് ചീത്ത ജീവിതം കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുമോ? ഗൗരി ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും പഴയ ദേഷ്യമൊന്നും അവൾക്കിപ്പോ അമ്മയോടില്ല. ഉച്ചക്ക് മുന്നേ തന്നെ ഗൗരിയെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ബില്ല് വാങ്ങി ഹേമ പുറത്തേക്ക് നടന്നു. മോളെ നിൽക്ക്, ബില്ല് ഞാൻ അടക്കാം. നന്ദിനി ഹേമയുടെ പിന്നാലെ ചെന്നു. ഹേമ തിരിഞ്ഞു നിന്നു. വേണ്ട ചേച്ചി, ഞാൻ അടച്ചോളാം. ഗൗരിയെ കൊണ്ട് വീട്ടിൽ ചെന്നാലും പൈസക്ക് ചിലവ് തന്നെയല്ലേ. ചേച്ചി സാധനങ്ങൾ ഒതുക്കി വെക്ക്, അപ്പോഴേക്കും ഞാൻ ബില്ലടച്ചു വരാം. നടന്നകലുന്ന ഹേമയെ നോക്കി 2 നിമിഷം നിന്നതിന് ശേഷം നന്ദിനി തിരിച്ചു നടന്നു. സിദ്ധു ബില്ലടക്കാനുള്ള പൈസ ഹേമയുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു. ഹേമയുടെ വീടിന് മുന്നിൽ നിർത്തിയ ഓട്ടോയിൽ നിന്നും മഹി ഇറങ്ങി വീടിന് നേർക്ക് നടന്നു. ഇവിടെ ആരുല്ലേ? അകത്തേക്ക് നോക്കി മഹി വിളിച്ചു ചോദിച്ചു. അകത്തു നിന്ന് നകുലൻ ഇറങ്ങി വന്നു. പിന്നാലെ ഭദ്രമോളും. മുറ്റത്ത് അച്ഛനെ കണ്ട് ഭദ്രമോൾ പേടിയോടെ നകുലന്റെ പിന്നിലേക്ക് മാറി. സിദ്ധു ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ഭദ്രമോൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ടൗണിൽ പോയതായിരുന്നു. മുന്നിൽ മഹിയെ കണ്ടതും നകുലൻ ഒന്ന് പരുങ്ങി. എന്താ നകുലേട്ടാ, ആലുവമളപ്പത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ? നകുലന്റെ പരിഭ്രമം വ്യക്തമായി കണ്ട മഹി ചുണ്ടിലൊരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. നിനക്കെന്താ വേണ്ടത്? പെട്ടെന്നൊരു ഗൗരവത്തിൽ മുഖാവരണം എടുത്തിട്ട് നകുലൻ ചോദിച്ചു. എന്ത് ചോദിച്ചാലും നകുലേട്ടൻ എനിക്ക് തരുമോ? അവന്റെ മുഖത്ത് അപ്പോഴും അതേ പരിഹാസ ചിരി തന്നെ. മറുപടി പറയാതെ നകുലൻ മഹിയെ കുറിച്ചു നോക്കി. നകുലേട്ടൻ മറുപടി പറയാൻ ബുദ്ധിമുട്ടണ്ട. എനിക്ക് വേണ്ടത് ഞാനങ്ങ് പറയാം. ഞാൻ എന്റെ മോളെ കൊണ്ടുപോവാൻ വന്നതാ. അത് മഹി, ഗൗരി വന്നിട്ട്. നകുലന്റെ വാക്കുകൾ പാതി മുറിഞ്ഞു. അതെന്താ നകുലേട്ട അങ്ങനെ? ഞാൻ എന്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. ഇനി എന്റെ കുഞ്ഞ് നിങ്ങൾക്ക് വല്ല അവകാശവുമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഗൗരിയെ നിങ്ങൾക്ക് കൈപിടിച്ചു തരാനും ഞാൻ തയ്യാറാണ്. അത് പറയുമ്പോൾ മഹിയുടെ മുഖത്ത് ഒരു വിടന്റെ ചിരിയായി. പക്ഷെ മഹിയുടെ ആ വാക്കുകൾ നകുലന്റെ അടിപതറി. മേലാകെ മീൻവെള്ളം ഒഴിച്ച പോലെ ഒരു പ്രകൃതി. അതായിരുന്നു മഹിയുടെ ലക്ഷ്യവും. മഹി ഉമ്മറത്തെ സ്റ്റെപ്പിലേക്ക് കയറി നിന്നു. പിന്നെ ആരാ ഈ സിദ്ധാർത്ഥൻ? അവനും എന്റെ മോളും തമ്മിലുള്ള ബന്ധം എന്താ? നകുലൻ ഒന്നും പറഞ്ഞില്ല. അയാളിൽ നേരിയൊരു വിറയലുണ്ടായി. നകുലേട്ടാ, ഞാൻ അങ്ങ് ലോക്കപ്പിൽ കയറിയത് എന്നേക്കുമായിട്ടാണെന്ന് കരുതിയോ? ഇവിടെ എന്ത് നടന്നാലും ആ നിമിഷം എന്നെ അറിയിക്കാൻ സ്റ്റേഷനിൽ തന്നെ ആളുണ്ട്. അവൾക്കിനി എന്നെ വേണ്ടത്രേ. അവൾ എത്ര ദൂരം ഓടുന്ന് ഒന്ന് കാണട്ടെ ഞാൻ. അവൻ കൈയെത്തിച്ച് നകുലന്റെ പിന്നിൽ നിൽക്കുന്ന ഭദ്രമോളെ വലിച്ചെടുത്തു. കളികളൊന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. സിദ്ധാർത്ഥന് വരുമ്പോൾ പറഞ്ഞേക്ക്. ഇടഞ്ഞു കരയുന്ന കുഞ്ഞിനെ തോളിലിട്ടും കൊണ്ട് അവൻ ഒരു വിജയിയെ പോലെ വീട്ടിലേക്ക് നടന്നു. ഭദ്രമോളുടെ കരച്ചിൽ കേട്ട് നെഞ്ചകം പിടഞ്ഞിട്ടും ചലിക്കാനാവാതെ നകുലൻ നിന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ദൈവത്തിന് മാത്രം അറിയാം. നകുലൻ സ്വയം ആത്മകഥം ചെയ്തു. ഹേമേച്ചി, നമുക്കൊരു ടാക്സി വിളിച്ചു പോകാം. ചേച്ചി വീട്ടിലിറക്കി ഭദ്രമോളെയും കൊണ്ട് ഞങ്ങൾക്ക് പോകാലോ. ബില്ലടച്ചു വന്ന ഹേമയോട് ഗൗരി പറഞ്ഞു. ഹേമ അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി. ഒരു 2 മണിയോടുകൂടി ഗൗരിയെയും കൊണ്ടുള്ള കാർ ഹേമയുടെ വീട്ടുമുറ്റത്തെത്തി. കുഞ്ഞോളെ എന്റെ മടിയിൽ വെച്ചിട്ട് അമ്മ ഹേമേച്ചി കൂടെ പോയി ഭദ്രമോളെ എടുത്തോണ്ട് വാ. ഗൗരിയുടെ വാക്ക് കേട്ട് നന്ദിനി കുഞ്ഞിനെ അവളുടെ മടിയിൽ വെച്ച് ഹേമയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളെത്തിയോ? അവരെ കണ്ടതും പുറത്തേക്ക് ഇറങ്ങി വന്ന നകുലൻ ചോദിച്ചു. ഭദ്രമോൾ എന്തിയ നകുലേട്ടാ? ആ ചെക്കൻ വരുന്നതിന് മുന്നേ ഇവരങ്ങ് പൊയ്ക്കോട്ടെ. ഹേമേ, നീ പോയ ഉടനെ മഹി ഇവിടെ വന്നു. എന്നിട്ട് അവൻ മോളെ കൊണ്ടുപോയി. ആ വാക്കുകൾ ഹേമയിൽ മാത്രമല്ല അടുത്തു നിൽക്കുന്ന നന്ദിനിയിലും കാറിലിരിക്കുന്ന ഗൗരിയിലും സ്ഫോടനം തീർത്തു. ഗൗരി നെഞ്ചിൽ കൈവച്ചു. അയ്യോ, എന്തായി പറയുന്നേ? എന്തിനാ മോളെ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തേ? ഹേമയുടെ ചോദ്യത്തിന് നകുലൻ ദയനീയമായി കാറിലിരിക്കുന്ന ഗൗരിയെ നോക്കി. ഗൗരി കുഞ്ഞോളെയും കൊണ്ട് മെല്ലെ കാറിൽ നിന്നിറങ്ങി. ആ സമയം തന്നെ
തന്റെ കയ്യിൽ വേദന അവൾ പാടെ മറന്നുപോയിരുന്നു. അവൾക്ക് മുന്നിൽ തന്റെ കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരോടൊന്നും മിണ്ടാതെ ഗൗരി നടന്നു മഹിയുടെയും ഭദ്രമോളുടെയും അടുത്തേക്ക്. അതുകൊണ്ട് നന്ദിനി അവൾക്ക് പിന്നാലെ പാഞ്ഞു. മോളെ, നീ അങ്ങോട്ട് പോകരുത്. മുറിവേറ്റ മൂർഖനാണ് ഇപ്പോഴവൻ. നിന്നെ കണ്ടാൽ എന്തും ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് അയാൾ അറിയാഞ്ഞിട്ടാ. ജയിക്കാൻ വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കും. അതിനുവേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ പോലും അയാൾ മടിക്കില്ല. ഗൗരിമോളെ, നീ ഇപ്പോ അകത്ത് കയറിയിരിക്ക്. കുഞ്ഞിനെ കിട്ടാൻ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. ഏമയും അവൾക്ക് പിന്നാലെ ചെന്നു. ഇല്ല അമ്മച്ചി, കംപ്ലൈന്റ് കൊടുത്താൽ അയാൾ എന്റെ മോളെ കൊല്ലും. ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ആരുടെയും വാക്ക് കേൾക്കാതെ ഗൗരി മുന്നോട്ട് തന്നെ നടന്നു.